ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിലാണ് കേട്ടോ. ചെറിയനാട് പഞ്ചായത്തിലെ കുളിക്കാമ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അധികമാരും ചെയ്യാത്തൊരു കൃഷിയും ആ കൃഷി ചെയ്യുന്ന കർഷകനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് കൃഷി കേട്ടോ. ഇതാണ് കൃഷി. ഇതാ കൃഷി ചെയ്യുന്ന കർഷകൻ ബാലകൃഷ്ണപിള്ള എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് എന്താണ് കൃഷി? എള്ള് കൃഷിയാണല്ലേ? പണ്ടത്തെ ഓണാട്ടുകാരെ ചെയ്യുന്ന ഒരു കൃഷിയാണ്. ഈ ഞങ്ങളുടെ പാടത്തും ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടാണ്. 2-3 വർഷമായിട്ട് ചെയ്യുന്നു. നമ്മളിവിടെ അധികാരം ചെയ്യാറില്ല ഈ എള്ള് കൃഷിയല്ലേ? എള്ള് കൃഷി ആരും അങ്ങനെ ചെയ്യാറില്ല. ഒന്നാമത് ബുദ്ധിമുട്ട് കൂടുതലുള്ള ഒരു ജോലിയാണ്. കാര്യം നിസ്സാരമാണെന്ന് കാണുന്നവർക്ക് വിചാരിക്കും. പക്ഷെ അത് എടുത്ത് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ഇപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ ഇട്ടായിരുന്നല്ലോ ഇത് റെഡിയാക്കുന്നതിന്റെ. അത് ആട്ടി നമ്മൾ കൊടുത്തായിരുന്നല്ലേ? മൊത്തം എണ്ണയും കൊടുത്ത്. ഇനി എത്ര നാളായി കൃഷി ചെയ്ത് തുടങ്ങിയിട്ട്? ഒരു മാസം പിടിക്കും. ഒരു മാസം ഇനി എടുക്കാൻ പിടിക്കും അല്ലേ? എത്ര നാളായി നട്ടിട്ട് ഇപ്പം 70 ദിവസമായി. 70 ദിവസമായി അല്ലേ? ഇതാണ് ഇതിന്റെ കായ അല്ലേ? അതാ കായ്. ഇതാണ് ഇതിന്റെ കാ. അത് ഉള്ളു കറുത്ത് വരണം. ഇപ്പൊ ഒരു ചുമപ്പാകുന്നേ ഉള്ളൂ. ഉള്ളു കറുത്ത് വരണം അല്ലേ? കറുത്ത് വരണം. ഇതിനി എടുത്തിട്ട് ഇത് കൊയ്തെടുത്തിട്ട് ഇനി എന്ത് ചെയ്യും? ഇത് പറിച്ചതിന് ശേഷം അതിന്റെ ചെവിട് വെട്ടണം. ചെവിട് വെട്ടി 3 ദിവസം 3 നാൾ വെച്ചിട്ട് പിന്നെ ഇല കുടയണം. ഇല കുടഞ്ഞു കഴിഞ്ഞ് 2 ദിവസം വെച്ചിട്ട് വെയിലത്ത് വെക്കണം. വെയിലത്ത് വേണം. നല്ല വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചിട്ട് ചെറിയ കമ്പൗണ്ട് ചെറുതായിട്ട് തട്ടി വെക്കണം. അങ്ങനെ 1 ട്രിപ്പ് 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ വെച്ചെങ്കിൽ ഇത് കംപ്ലീറ്റ് നല്ല പണിയായതല്ലേ? ഇവിടെ ഇതെല്ലാം മൊത്തം എള്ള് കൃഷിയാണല്ലേ? മൊത്തം എള്ള് കൃഷിയാണ്. ഇത് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാറുണ്ടോ? ഞാൻ എല്ലാ കൃഷിയും ചെയ്യാറുണ്ട്. ഇതിന് മുമ്പ് ഇവിടെ പാടത്ത് എന്ത് കൃഷിയാണ് ചെയ്യുന്നത്? നെല്ലിന് മുമ്പ് നെല്ല് കൃഷി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എള്ള് കൃഷി ചെയ്യുന്നല്ലേ? സപ്ലൈക്കോ കൊടുത്തു നെല്ല്. ഇത് നെല്ല് കൃഷി കഴിഞ്ഞിട്ടാണോ നമ്മളിവിടെ എള്ളിടുന്നത്? ഇതിപ്പോ എത്ര ഒരേക്കറുണ്ടോ? ഒരേക്കർ സ്ഥലത്താണ് എള്ള് കൃഷി അല്ലേ? ഓക്കെ. ഇവിടെ ഇത് വെള്ളം ആവശ്യമായി ഇതിനല്ലേ? വെള്ളം കൂടുതലാകാൻ പാടില്ല. ചുവട്ട് നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പഴുത്തു പോകും. നമുക്ക് സാധനം കിട്ടാതെയും വരും. അങ്ങനെ ഒരു വലിയ മഴയെ ആശ്രയിക്കുകയും വേണം. മഴ കൂടുതലായി നമ്മൾ എള്ള് ആട്ടി വിൽക്കുവോ? വിൽക്കും. കിലോ എന്താ വില ഉണ്ട് ഇപ്പൊ? കഴിഞ്ഞ തവണ 700, കടയിൽ 800 ഉണ്ട്. ഞാൻ 700 രൂപയ്ക്ക് കൊടുത്ത നല്ല നാടൻ എള്ള്. നല്ല ഓണാട്ടുകരയുടെ നാടൻ എള്ളാണിത്. എള്ള് കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെ കൃഷിയുണ്ട് ചേട്ടാ? വേറെ വാഴയുണ്ട്, ചേമ്പുണ്ട്, വെട്ടിയാമ്പ് ഐറ്റങ്ങളുണ്ട്, കപ്പയുണ്ട്. നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള കൃഷി ചെയ്തിട്ടാണ് ചെയ്യുന്നല്ലേ? ആവശ്യത്തിന് കൃഷി തിന്നാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശരിയാക്കിയൊന്നുമുണ്ട്. സ്വന്തമായിട്ടാണോ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന? ജോലിക്കാരെ വെച്ചാണോ? സ്വന്തമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. സ്വന്തമായിട്ടാണ്. അപ്പം ഈ ചേട്ടൻ സ്വന്തമായിട്ടാണ് കിളച്ച് എല്ലാം കൃഷി ചെയ്യുന്നത്. ജോലിക്കാരെ ആരെയും വെക്കുന്നില്ല കേട്ടോ. ജോലിക്കാരുമില്ല. ഒറ്റയ്ക്കാണെല്ലാം ചെയ്യുന്നത്. ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നല്ലേ? ചെയ്യുന്നത്. കണ്ടം പൂട്ടുന്നത് മാത്രം ട്രാക്ടർ വരും, കൂട്ടിത്തരും. ബാക്കി എല്ലാ പണികളും അത് എടുക്കുന്നവരെ ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെറിയനാട് പഞ്ചായത്തിലെ എത്രാം വാർഡാണിത്? 1-ാം വാർഡ് കുളിക്കാമ്പാലം ഭാഗമല്ലേ? 1-ാം വാർഡാണ്. ഒറ്റത്തെങ്ങിൽ എന്നാണ് വീട്ടുപേരല്ലേ? എന്റെ പേര് ഒറ്റത്തെങ്ങിൽ എന്നാണ് ചേട്ടന്റെ വീട്ടുപേര്. എള്ള് നമ്മൾ ഇവിടെ ഉള്ളവർ തന്നെ വാങ്ങിക്കുമ്പോന്നല്ലേ? വാങ്ങിക്കാറുണ്ട്. 2 കിലോ 1 കിലോ എണ്ണ 2 കിലോ 1 കിലോ എല്ലാം വാങ്ങിക്കാറുണ്ട്. നമ്മുടെ വീഡിയോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നായിരുന്നോ? വീഡിയോ കണ്ടിട്ട് പാർട്ടി വന്നിരുന്നു. അടുത്ത സമയത്ത് സാധനം കൊടുക്കാനില്ലായിരുന്നു. പുള്ളിക്ക് വേണം, അത് എടുക്കുന്ന സമയം വിളിക്കണമെന്നും പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് പോയേക്കുവാ. ഓക്കെ. അപ്പൊ ഇത് എന്നത്തേക്ക് നമുക്ക് ആട്ടി കൊടുക്കുന്ന എന്നത്തേക്ക് റെഡിയാവും? 1 മാസമാവും. 1 മാസത്തോടെ കഴിയുമ്പം ഈ എള്ളൊക്കെ ആട്ടി എണ്ണയാക്കി ഇവിടെ വിൽക്കുന്നതാണ് കേട്ടോ. എണ്ണയും വിൽക്കും, എള്ളും വിൽക്കും. എണ്ണയും വിൽക്കും, എള്ളായിട്ടും കൊടുക്കും, എണ്ണയായിട്ടും കൊടുക്കും. അപ്പൊ എണ്ണയായിട്ടും കൊടുക്കും, എള്ള് തനിയായിട്ടും കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇത് കൃഷിയുടെ വിളവെടുക്കുമ്പോഴുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ നമ്പറൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ അന്നേരം വേണ്ടവരൊക്കെ ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത നല്ല വീഡിയോയിൽ കാണാം.